ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ കുറേ പേർക്ക് അതായത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട്, പ്രത്യേകിച്ച് ഞാൻ ആദ്യം ആരെടുത്ത് പറയുന്നു, നമ്മുടെ ബിടെക് ചെയ്ത ആളുകളാണ് എന്ത് ചെയ്യുന്നത്, എക്സൈസ് ഇൻസ്പെക്ടറിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, SIക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, അസിസ്റ്റൻറ്റ് ജയിലറിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, ആംഡ് SIക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ കുറേ. അതായത് അവർ പ്രൊഫൈൽ എടുക്കുമ്പോൾ ഇപ്പോൾ രണ്ട് വിഭാഗക്കാരാണ് മെയിനായിട്ട് ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, SI അപ്ലൈ ചെയ്യാൻ ബിടെക് എടുത്ത ആളുകൾക്ക് അവരെടുക്കുന്ന സമയത്ത് ഇങ്ങനെ കാണിക്കാവുന്നുണ്ടാവും, BA നോ മാച്ചിങ് ആണ്, BSc നോ മാച്ചിങ് ആണ്, BCom നോ മാച്ചിങ് ആണ്, SLC മാത്രമായിരിക്കും അവർക്ക് അവിടെ എന്ത് ചെയ്യുന്നത്, ആകെ ടിക്കറ്റ് കാണിക്കുന്നത്. ആ SLC വെച്ച് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അപ്ലൈ ചെയ്ത് പോവരുത്. അത് ആർക്ക് മാത്രമാണ്, നമ്മുടെ വിമുക്ത ഭടന്മാരുടെ, അതായത് അവർക്ക് മാത്രം ഉള്ളതാണ്. നമ്മളൊരിക്കലും ഈ SLC വെച്ചിട്ട് കുറേ പേര് എന്ത് ചെയ്തു, SLC എൻ്റെ യോഗ്യത കാണിച്ചുകൊണ്ട് അപ്ലൈ നൗ എന്ന് കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് എക്സൈസ് ഇൻസ്പെക്ടർ അപ്ലൈ ചെയ്യാം എന്ന് ചിലരെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടാവും, വിചാരിക്കുന്നുണ്ടാവും. ഒരിക്കലും അത് വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. പിന്നെ ലിസ്റ്റിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരാത്ത സങ്കടമാവും. അപ്പോൾ അത് ചെയ്യരുത് ഒരിക്കലും. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് ആരിൽ നിന്ന് പോവാം, ബിടെക്കുകാരിൽ നിന്ന് തന്നെ പോവാം. കാരണം ഏറ്റവും കൂടുതൽ ആൺകുട്ടികളിൽ ഈ SI യോഗ്യതയ്ക്കായിട്ടുള്ള ബിടെക് ഉള്ളവരാണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ഒരു പ്രശ്നം അവർക്കാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അപ്ലൈ നൗ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ എന്താണോ കാണിക്കുന്നത്, ഒന്നുകിൽ അപ്ലൈ നൗ എന്ന് കാണിക്കാം, അല്ലെങ്കിൽ അവിടെ മറ്റൊന്ന് ഇൻഎലിജിബിൾ എന്ന് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ, ഒന്നുകിൽ അപ്ലൈ നൗ അല്ലെങ്കിൽ ഇൻഎലിജിബിൾ. ഇതിൽ ഏതോ ഓപ്ഷൻ ആണെങ്കിലും, അപ്ലൈ നൗ ആണെങ്കിൽ അപ്ലൈ നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇൻഎലിജിബിൾ എന്നാണ് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് യോഗ്യത ഉണ്ടായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരെണ്ണം ഇൻഎലിജിബിൾ ആണെങ്കിൽ അവിടെ അതിൻ്റെ താഴെ ഏതുണ്ടാവും, വൈ ഐ ആം നോട്ട് ഇൻഎലിജിബിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക, വൈ ഐ ആം നോട്ട് ഇൻഎലിജിബിൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ കുറേ കാര്യങ്ങൾ വരും. അതായത് നിങ്ങൾക്ക് ഈ യോഗ്യതയില്ല, അതിവിടെ തെറ്റ് കാണിച്ചിരിക്കുന്നു എന്ന് പറയുന്നില്ലേ, ഇതേപോലെ ഇങ്ങനെ തെറ്റിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനിലൂടെ പോയി കഴിഞ്ഞാലും, ഇപ്പോൾ ഇവിടെ നമുക്ക് BBA പഠിച്ചവരും ബിടെക് പഠിച്ചവരും BSc നഴ്സിംഗ് പഠിച്ചവരും, ഈ മൂന്ന് വിഭാഗക്കാരാണ് മെയിനായിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, BSc നഴ്സിംഗ് അതേപോലെ തന്നെ ബിടെക് കഴിഞ്ഞവരൊക്കെ ഈ BSc എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ ഇവിടെ, ആ BSc എന്ന് കൊടുത്തതിൻ്റെ നേരെ അപ്ലൈ യൂസിങ് ഈക്വലന്റ് ഓർ ഹയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. ആരൊക്കെ, BSc നഴ്സിംഗ് കഴിഞ്ഞവരും അതേപോലെ തന്നെ ബിടെക്കുകാരും BScക്ക് ഈക്വലന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യാം, അവർക്ക് ക്ലിക്ക് ചെയ്യാം. അവരത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ എവിടേക്കാണ് പോകുന്നത്, നേരെ പോകുന്നത് ഇതുപോലെ നമ്മുടെ സ്വന്തം പ്രൊഫൈലിലേക്കാണ് പോകുന്നത്. ഈ പ്രൊഫൈലിൽ നമ്മൾ ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം PSc പ്രൊഫൈൽ കാണുന്ന ആളുകളാണെങ്കിൽ ഈ റെഡ് മാർക്ക് കണ്ടിട്ട് പറയും, അയ്യോ എൻ്റെ പ്രൊഫൈലിൽ എന്തോ പ്രശ്നമുണ്ട്, എൻ്റെ പേരും ഡേറ്റും ഒന്നും എന്തോ മിസ്റ്റേക്ക് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ റെഡിൽ കാണിക്കുന്നത്. ഇത് PSc ആരുടെ പ്രൊഫൈൽ എടുത്താലും ഈ രണ്ട് കാര്യങ്ങൾ, ഇവിടെ റെഡ് മാർക്കും ഉണ്ടാവും, ഇവിടെ ഈ കാര്യങ്ങളും. അത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോ മാറ്റാം എന്നുള്ളൊരു ഓപ്ഷനും, മറ്റൊന്ന് ഇവിടെ ഈ ഭാഗം സെൻസിറ്റീവ് ആണ്, അതായത് അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾ അടിക്കണം എന്നുള്ളതിനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ കൂടുതൽ ആളുകളും കുറേ കാലത്തിന് ശേഷം PSc അപ്ലൈ ചെയ്യാൻ വരികയാണെങ്കിൽ എൻ്റെ പ്രൊഫൈലിലൊക്കെ റെഡ് മാർക്ക് വീഴ്ത്തിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിനി പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നൊക്കെ ചിലരൊക്കെ എന്ത് ചെയ്യാറുണ്ട്, വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊന്നുമല്ല, ഇതെല്ലാവരുടെയും പ്രൊഫൈലിൽ കോമൺ ആയിട്ട് കാണുന്നതാണ്. പിന്നെ ഇവിടെ പേര് ടൈപ്പ് ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിക്കുക, പേര് ടൈപ്പ് ചെയ്യുമ്പോൾ പേര് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡോട്ടൊക്കെ ഇട്ടിട്ടുണ്ടാവും, നമ്മളെ ഇനീഷ്യലിൻ്റെ മുമ്പ് ഡോട്ട് ഉണ്ടാവും. ഇതിൽ ഡോട്ടൊന്നും വരാൻ പാടില്ല, സ്പേസ് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ ജസ്റ്റ് ഇവിടെ ഇപ്പോൾ എൻ്റെ പേര് മൻസൂർ അലി .k എന്നാണ് SLC ബുക്കിലൊക്കെ, പക്ഷെ നമ്മൾ ആ ഡോട്ടിന് പകരം എന്തടിക്കുന്നു, സ്പേസ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, അടിക്കുന്നത്. അതേപോലെ താഴെ ഈ ഫോട്ടോയിലെ ഡേറ്റ് ആണ്, ഒരിക്കലും ഡേറ്റ് ഓഫ് ബർത്ത് അല്ല അവിടെ അടിക്കുന്നത്. ഫോട്ടോയിലെ ഡേറ്റ് അടിക്കുമ്പോൾ 16/09, ഞാനിപ്പോൾ ഒരു ഡേറ്റ് കൊടുത്തത് 16/09/2014. പക്ഷെ ഒരിക്കലും നമുക്ക് അവിടെ ഏത് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, 20 എന്നുള്ളത് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. അവിടെ 14 മാത്രം എന്ത് ചെയ്താൽ മതി, ടൈപ്പ് ചെയ്ത് കൊടുത്താൽ. അപ്പോൾ 16/09/14 എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്, 2014 എന്ന് അവിടെ എന്ത് ചെയ്യേണ്ട, ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ആൾറെഡി 20 അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ പേജാണ് അടുത്ത് എന്ത് ചെയ്യുന്നത്, വരുന്നത്. അതിനുശേഷം ഈ പേജ് വരും. ഈ പേജ് വരുന്ന സമയത്ത് നമുക്കിവിടെ ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. ആ ക്വാളിഫിക്കേഷൻ്റെ അവിടെ നിങ്ങൾക്ക് ബിടെക് ആണ് ആൾറെഡി ഉള്ളത്,
ഇവിടെ പറഞ്ഞിരിക്കുന്ന BSc നിങ്ങൾക്ക് ഇല്ല. അപ്പോൾ ആ BSc എന്നുള്ളത് ഇവിടെ ഇങ്ങനെ കാണിക്കും. ആ BScക്ക് നിങ്ങൾ ഏതാണ് ഈക്വലൻ്റ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചൂസ് ഈക്വലൻ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ SLC +2 BTech ആ കോഴ്സുകൾ മൊത്തം വരും. ആ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾ ഏത് സെലക്ട് ചെയ്യണം? BTech സെലക്ട് ചെയ്ത് കൊടുത്താൽ അവിടെ നിങ്ങൾക്ക് എന്തായി? BScക്ക് ഈക്വലൻ്റായി. നിങ്ങൾക്ക് SIക്ക് അപ്ലൈ ചെയ്യാം, എക്സൈസ് ഇൻസ്പെക്ടറിന് അപ്ലൈ ചെയ്യാം, അസിസ്റ്റന്റ് ജയിലർക്ക് അപ്ലൈ ചെയ്യാം, എല്ലാറ്റിനും അപ്ലൈ ചെയ്യാം. ഇതേ പ്രോസസ്സിലൂടെ തന്നെയാണ് BBAക്കാരും എന്ത് ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ BBAക്കാരാണെങ്കിലും BSc നഴ്സിംഗുകാരാണെങ്കിലും BTechകാരാണെങ്കിലും ഈ ഒരു പ്രോസസ്സിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈ പറഞ്ഞ SI, എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ, ആംഡ് SI, SBCID ഈ 4 പോസ്റ്റുകൾക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ BTechകാരുടെ SIയുടെ അപ്ലിക്കേഷൻ്റെ അവിടെ തീർന്നു എന്ന് വിചാരിക്കുന്നു. ഇനി ഡൗട്ടുള്ളത് ആർക്കാണ്? ഇനി ഡൗട്ടുള്ളത് LP-UP അപ്ലൈ ചെയ്യുന്ന ആളുകൾക്കാണ് ഇനി പ്രശ്നമുള്ളത്. എനിക്ക് B.Ed ഉണ്ട്, സെറ്റ് ഉണ്ട്, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? എനിക്ക് LP-UPക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് CTET ഉണ്ട്, TTC ഉണ്ട്, പക്ഷേ LP-UPക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഒരു കാര്യം, D.Ed എടുത്തവർക്കും അപ്ലൈ ചെയ്യാം. അവരുടെ TTC കോഴ്സിൻ്റെ പുതിയ പേരാണ് ഇത് D.Ed. പക്ഷേ അത് ഏതിൽ വന്നിട്ടില്ല എന്നേ ഉള്ളൂ, പ്രൊഫൈലിൽ വന്നിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ D.Edകാർക്കും എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. അപ്പോൾ അവർ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ഇപ്പോൾ ഒരു D.Ed എടുത്ത കുട്ടി, ആ കുട്ടിക്ക് KTET അല്ലെങ്കിൽ CTET ഉണ്ട്, 10ാം ക്ലാസ് അല്ലെങ്കിൽ ഇവിടെ +2 ആണ് ചോദിച്ചിരിക്കുന്നത്, +2 ഉണ്ട്. ഇവിടെ ഏതില്ല? TTC ഇല്ല. പകരം ആ കുട്ടി ഏത് എടുത്തിരിക്കുന്നത്? D.Ed ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് ഏത് ക്ലിക്ക് ചെയ്യാം? ഇവിടെ അപ്ലൈ യൂസിങ് ഈക്വലൻ്റ് ഓർ ഹയർ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോവാം. എന്നിട്ട് അവിടെ എത്തുമ്പോൾ TTCയുടെ നേരെ ഈക്വലൻ്റ് എന്നുള്ള കോളം വരുമ്പോൾ അവിടെ ഏതെടുക്കണം? ഇതിലേത് സെലക്ട് ചെയ്ത് കൊടുക്കണം? ഇത് D.Ed സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ കുട്ടിക്ക് അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ B.Ed എടുത്ത ആളുകൾക്ക് ചിലപ്പോൾ ഇവിടെ CTETന് പകരം സെറ്റ് ആവാം, അല്ലെങ്കിൽ KTET ആവാം, അല്ലെങ്കിൽ നെറ്റ് ആവാം, ഏതും ആവാം. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, CTET, നെറ്റ്, സെറ്റ്, ഇവിടെ MPhil, ഇങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞ ഓപ്ഷൻസ് MPhil ആവാം, PhD ആവാം, സെറ്റ് ആവാം, നെറ്റ് ആവാം, CTET ആവാം, KTET ആവാം, ഏതോ ആവാം. ഏതോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എവിടെയാണോ ഇവിടെ ഒരു ഇൻറ്റു മാർക്ക് വരുന്നത്, ആ ഇൻറ്റു മാർക്കിൽ ഇപ്പോൾ ഇവിടെ B.Edകാർക്ക് എന്ത് ചെയ്യാം? B.Edകാർക്ക് ഈ TTCക്ക് പകരം ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം? അപ്പുറത്ത് പോയിട്ട് TTC എന്നുള്ളതിൻ്റെ നേരെ ഏത് കൊടുത്താൽ മതി? B.Ed കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ നെറ്റോ അല്ലെങ്കിൽ സെറ്റോ അല്ലെങ്കിൽ CTETോ MPhilോ PhD ഉള്ള ആളുകൾ അവരുടെ നേരെ, ഇപ്പോൾ ഇവിടെ TTCയുടെ നേരെയാണ് ഇൻറ്റു മാർക്ക് കിടക്കുന്നത്. അപ്പോൾ അവിടെ പകരം B.Ed മതി. അവിടെ കോഴ്സിന് പകരം TTC അല്ലെങ്കിൽ B.Ed ആണല്ലോ UPക്ക്. LPക്ക് ഒരിക്കലും ഏത് പറ്റില്ല? B.Edകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി ചിലർക്ക് എന്ത് ചെയ്യും? ഇവിടെ നമ്മുടെ സെറ്റിൻ്റെ നേരെ അല്ലെങ്കിൽ CTETൻ്റെ നേരെ ആയിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഇപ്പോൾ അവിടെ KTET എന്നുള്ളിടത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? അയാൾക്ക് സെറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ KTETൻ്റെ നേരെ ഇൻറ്റു മാർക്കാണ് വരുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? അതെടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ പറയുന്ന ഹയർ ഓർ ഈക്വലൻ്റ് എന്ന് പറയുന്ന ഏത് ഓപ്ഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ എന്ത് ചെയ്യണം? നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് കോഴ്സിലാണോ ഈക്വലൻ്റ് അതോ നമ്മുടെ ടെസ്റ്റിലാണോ ഈക്വലൻ്റ് എന്നുള്ളത് നേരെ നോക്കണം. ചിലർക്ക് രണ്ടും ഈക്വലൻ്റ് കൊടുക്കേണ്ടി വരും. എങ്ങനെയാ? ഒരാൾക്ക് ഇവിടെ D.Ed ആണുള്ളത്, പിന്നെയോ ഏതില്ല? CTETും ഇല്ല, KTETും ഇല്ല, പകരം സെറ്റാണുള്ളത്. അപ്പോൾ അയാൾക്ക് ഇവിടെ രണ്ടിടത്ത് ഇൻറ്റു മാർക്ക് ഉണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിലും പോവാം. അതായത് ഇത് എടുത്തിട്ട് നേരെ എവിടെ പോവാം? ഇവിടെ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇവിടെ 2 കോളം കാണാം. ഇതേപോലത്തെ ഇവിടെ ഒരെണ്ണം കാണാം, ഇവിടെ വേറെ ഒരെണ്ണം കാണാം. അതായത് 2 ഈക്വലൻ്റ് ആവശ്യമാണ് അയാൾക്ക്. എങ്ങനെയാ? ഒന്ന്, അയാൾ D.Ed ആണ് എടുത്തത്, അപ്പോൾ TTCക്ക് ഈക്വലൻ്റ് ഇവിടെ D.Ed സെലക്ട് ചെയ്യണം. രണ്ടാമത്തേതോ, ഇവിടെ അയാളോട് KTET ആണ് ചോദിച്ചത്, KTETന് അയാൾക്ക് ഈക്വലൻ്റ് ഏത് സെലക്ട് ചെയ്യണം? സെറ്റും സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പം ചിലതിൽ 2 എണ്ണം വേണ്ടി വരും,
ചിലർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ നോക്കണം, നമുക്ക് കോഴ്സിനാണോ ഈക്വലൻ്റ് കൊടുക്കേണ്ടത്, അതോ സെറ്റ്, നെറ്റ്, ടെറ്റ്, സി ടെറ്റ് ഇതുപോലുള്ള യോഗ്യതാ പരീക്ഷയാണോ ഈക്വലൻ്റ് കൊടുക്കേണ്ടത്. ഇത്ര മാത്രമേ അവിടെ ശ്രദ്ധിക്കാനുള്ളൂ. മറ്റൊന്ന്, നിങ്ങൾക്ക് അവിടെ തോന്നുന്നൊരു സംശയമാണ്, ജില്ല മാറി കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ മുകളിൽ നമ്മൾക്കൊരു സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ എന്ത് ചെയ്തു, തിരുവനന്തപുരം കൊടുത്തു. തിരുവനന്തപുരം കൊടുത്തപ്പോൾ താഴെ ചോദിച്ചു, ഇവിടെ എഴുതിയിട്ടുണ്ട് എന്ത്, പ്രിഫേർഡ് ഡിസ്ട്രിക്റ്റ് ആൻഡ് താലൂക്ക് ഫോർ റൈറ്റിംഗ് എക്സാമിനേഷൻ. പക്ഷേ ഇപ്പോൾ PSCയുടെ പുതിയ റൂൾ അനുസരിച്ചിട്ട് മോളിൽ ഏതാണോ നമ്മൾ ജില്ല കൊടുത്തത്, ആ ജില്ലയുടെ താലൂക്കും ആ ജില്ല മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇവിടെ തെളിഞ്ഞു വരുള്ളൂ. അതായത് നമ്മൾ ഏത് ജില്ലയിലാണോ അപ്ലൈ ചെയ്യുന്നത്, ആ ജില്ലയിൽ തന്നെ പോയിട്ട് എന്ത് എഴുതേണ്ടി വരും, പരീക്ഷ എഴുതേണ്ടി വരും. അതാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ വേറെ കുറേ ആളുകൾക്ക് പേടി എന്താ, അവിടെ തിരുവനന്തപുരം അല്ലെങ്കിൽ ഇപ്പം മിക്കവാറും ആളുകളുടെ അപേക്ഷകരുടെ ഒരു കുത്തൊഴുക്ക് എന്ന് പറയുന്നത് എവിടേക്കാണ്, മലപ്പുറം ജില്ലയിലേക്കാണ്. കാരണം മലപ്പുറം ജില്ലയിൽ കൂടുതൽ ഒഴിവുണ്ട്, മലപ്പുറം ജില്ലയിൽ കൂടുതൽ നിയമനം നടക്കുന്നു പറഞ്ഞിട്ട് കേരളം മൊത്തം ഇപ്പോൾ എവിടേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, മലപ്പുറം ജില്ലയിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ വന്നിട്ട് തന്നെ എന്ത് എഴുതേണ്ടി വരും, പരീക്ഷ എഴുതേണ്ടി വരും. പക്ഷേ കുറേ ആളുകൾ ഈ ചോദ്യത്തിന് മുന്നിലാണ് ഒന്ന് പകച്ചു പോകുന്നത്. എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്, എന്താ പ്രസന്റ്ലി റിസൈഡിങ് അറ്റ് എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിലിവിടെ യഥാർത്ഥത്തിന് അർത്ഥമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ തിരുവനന്തപുരം കൊടുത്തു, ചിറയൻകീഴ് താലൂക്കും കൊടുത്തു, എന്നിട്ട് നമ്മൾ അങ്ങോട്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്നത് എന്താ, താങ്കൾ പരീക്ഷയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്ക്, അല്ലാതെ നിങ്ങൾ താമസിക്കുന്നത് തിരുവനന്തപുരത്ത് ചിറയൻകീഴ് താലൂക്കിൽ എന്ന് PSC അവിടെ കൺഫേം എന്ത് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ജസ്റ്റ് എന്ത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ, എക്സാം സെൻറ്റർ എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഇനി പിന്നീട് PSC ഞാനിവിടെ താമസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നെ ലിസ്റ്റിൽ വന്നിട്ട് കട്ട് ചെയ്യോ എന്നൊക്കെ കുറേ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പേടിച്ചിട്ട് സ്വന്തം ജില്ലയിൽ തന്നെ അപ്ലൈ ചെയ്ത് സ്വന്തം ജില്ലയിൽ തന്നെ താലൂക്കും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തവരുണ്ട്. അപ്പോൾ ഇതിൽ കാര്യമൊന്നുമില്ല. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ, നമ്മൾ ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യുന്നു അതന്നെയാണ് ഇവിടെ തെളിഞ്ഞു വരിക. അല്ലാതെ ഇതുകൊണ്ട് എന്തർത്ഥമാക്കുന്നില്ല, ഇവിടെ നമ്മൾ താമസിക്കുന്നു എന്നുള്ളൊരു തെറ്റായ വിവരം നമ്മൾ കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ താങ്കൾ ഇവിടെ താമസിക്കുന്നു എന്നുള്ളത് ആ ബോക്സിൽ വരണം. ആ ബോക്സിൽ വരുന്നത് വായിച്ചു നോക്കിയാൽ മതി. ബോക്സിൽ വരുന്നത് എന്താ, നിങ്ങൾ ഈ തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് താലൂക്ക് എക്സാം സെൻ്ററായി തിരഞ്ഞെടുത്തിരിക്കുന്നു, ഓക്കെ എന്നടിച്ചാൽ മാത്രമേ ഇതെന്താവുള്ളൂ, ഇത് കയറി പോവുള്ളൂ. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ആരും എന്ത് ചെയ്യണ്ട, പേടിക്കേണ്ട കാര്യം ഇല്ല. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അതായത് നമുക്ക് ആ ഏതൊരു പരീക്ഷയ്ക്കും നമുക്ക് ഓപ്ഷൻ ഉണ്ട്, എന്ത്, ഹയർ ഓർ ഈക്വലൻ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പോകാവുന്നതാണ്. പിന്നെ മറ്റൊരു സംശയം എന്ന് പറയുന്നത്, ഡിഗ്രിയുടെ റിസൾട്ട് ഇപ്പോൾ കുറച്ചെണ്ണം പല യൂണിവേഴ്സിറ്റികളും എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ സംശയം വിളിച്ച് ചോദിച്ചതാണ്, എന്ത്, ഞാൻ LGS എന്ത് ചെയ്തു, കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ അപ്ലൈ ചെയ്തു, മിനിഞ്ഞാന്ന് എൻ്റെ ഡിഗ്രി റിസൾട്ട് വന്നു. മിനിഞ്ഞാന്ന് ഡിഗ്രി റിസൾട്ട് വന്നപ്പോൾ ഞാൻ ലാസ്റ്റ് ഗ്രേഡ് എഴുതി കഴിഞ്ഞാൽ ഈ ഡിഗ്രി ഉള്ളത് കൊണ്ട് എനിക്ക് ക്യാൻസലായി പോകും. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തല്ല, ഡിഗ്രിക്കാരനല്ല. പിന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് വരാൻ പോകുന്നതും ഡേറ്റ് എന്തായിരിക്കും, പ്രൊഫഷണലൊക്കെ വേറെ ഡേറ്റ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു പ്രശ്നം വരുന്നില്ല. കാരണം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തല്ല, ഡിഗ്രിക്കാരനല്ല. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഡിഗ്രിക്കാരനായാലും കുഴപ്പമൊന്നും ഇല്ല. അപ്പോൾ അത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. മറ്റൊന്ന്, ചിലരെന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യമേ കുറച്ച് തരികട കാണിച്ചു വെച്ചിട്ടുണ്ട്. ഡിഗ്രി ഫൈനൽ ഇയർ ആയപ്പോൾ എന്ത് ചെയ്തു, ഡിഗ്രി അങ്ങോട്ട് ആഡ് ചെയ്ത് വെച്ചു, പാസ്സായി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്ത് ചെയ്തു, വന്നപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഡിഗ്രി പാസ്സായിട്ടുമില്ല. ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് അപ്ലൈ ചെയ്യാനും അവസരമില്ല. കാരണം എന്താ, ഡിഗ്രി പാസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു പോയി. പിന്നെയോ SIക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഡിഗ്രി എന്തായിട്ടില്ല, റിയാലിറ്റിയിൽ പാസ്സായിട്ടുമില്ല. അപ്പോൾ രണ്ടിലും കെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. അതിനും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഇതിനും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അതിബുദ്ധിയൊന്നും എന്ത് ചെയ്യരുത്, കാണിച്ചു പോകരുത്. നമുക്കുള്ളത് ഇവിടെ ആൾറെഡി എന്ത് ചെയ്യും, സേവ് ആയി കിടക്കും. പിന്നെ കുറേ ആളുകൾക്ക് ഹൈറ്റ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. ഫിസിക് എന്ന് പറയുന്ന സാധനം എഡിറ്റ് ചെയ്യാൻ സാധ്യമല്ല, പക്ഷേ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആഡ് ചെയ്യാം, പുതുതായിട്ട് ആഡ് ചെയ്യാം. ഇപ്പം ഇന്ന് രാവിലെ എന്ത് ചെയ്തു, ഇന്ന് രാവിലെ നിങ്ങൾ SIക്ക് അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ SIയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 165. ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഒരാൾ പറഞ്ഞു തന്നത് ആമഡ് SI വിളിച്ചിട്ടുണ്ട്, അത് അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താണ്, അവിടെ 167 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. അപ്പോൾ നോക്കുമ്പോൾ എത്രയേ കൊടുത്തിട്ടുള്ളൂ, 165 കൊടുത്തിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫിസിക്ക് പുതിയതൊന്ന് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അതിലൊന്നും വിഷയമില്ല. കാരണം ഫിസിക് എന്ന് പറയുന്നത് നമുക്ക് എത്ര തവണ വേണമെങ്കിലും ആഡ് ചെയ്യാം, അതിലൊന്നും യാതൊരു വിഷയവുമില്ല.
ഫിസിക് എന്ന് പറയുന്നത് ഒരിക്കലും എഡിറ്റ് ചെയ്യാൻ സാധ്യമല്ല. നമ്മൾ കൊടുത്തത് എന്ത് ചെയ്യും, അവിടെ കിടക്കും. പിന്നെ ഈ ഫിസിക്കൊന്നല്ല എന്ത് ചെയ്യുന്നത്, അവിടെ പരിഗണിക്കുന്നത്. അവിടെ ഫിസിക്കൽ മെഷർമെൻറ്റ് കഴിഞ്ഞിട്ടുള്ളത് എത്രയാണോ ഹൈറ്റ് ഉള്ളത് ആ ഹൈറ്റാണ് അവിടെ പരിഗണിക്കുന്നത്. അല്ലാതെ പ്രൊഫൈൽ കൊടുത്തിരിക്കുന്നത് ഇത്രയാണല്ലോ, അതിവിടെ അളന്നിട്ട് കിട്ടുന്നില്ലല്ലോ എന്നൊന്നും എവിടെ പറയില്ല, ഫിസിക്കൽ ടെസ്റ്റ് നടക്കുന്നിടത്ത് പറയില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളിലൊന്നും എന്ത് വേണ്ട, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് വേണ്ട. അതായത് ഫിസിക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ഡിക്ലറേഷൻ പഴയതാണെങ്കിൽ ചിലപ്പോൾ ഇൻഎലിജിബിൾ കാണിക്കും. ഡിക്ലറേഷൻ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്തിരിക്കണം. 6 മാസത്തിലൊരിക്കൽ നമ്മൾ ഡിക്ലറേഷൻ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അതായത് വെയിറ്റേജ് എന്തെങ്കിലും ഉണ്ടോ, പണി എന്തെങ്കിലും ആയിട്ടുണ്ടോ, എന്തെങ്കിലും കേസുകളുണ്ടോ, ഡീബാർ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോ 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 എന്ന് അടിച്ചു വിടുന്നില്ലേ നമ്മൾ. ആ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്തിരിക്കണം, അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിന് നേരെ അപ്ലൈ നൗ എന്ന് കാണിക്കും. അപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിന് നേരെ SLC കാണിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യാം, അപ്ലൈ യൂസിങ് ദിസ് ക്വാളിഫിക്കേഷൻ എന്ന് കാണിക്കും. ഇത് ആർക്കാണ്, വിമുക്ത ഭടന്മാർക്കാണ്, സാധാരണക്കാർക്കല്ല. കുറേ പേരെന്ത് ചെയ്തിട്ടുണ്ട്, ഡിഗ്രി ഉണ്ടായിട്ടും ഇത് വെച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഏത് സമയത്ത് പെടും, വെരിഫിക്കേഷൻ്റെ സമയത്താണ് പെടുക. കാരണം SLC വിമുക്ത പഠനം എന്ന് കാണിച്ചിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്തു, എനിക്ക് ആൾറെഡി ഡിഗ്രി ഉണ്ട്, എന്നിട്ട് ഞാൻ ഇത് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായാലും എന്ത് ചെയ്യപ്പെടും, പിടിക്കപ്പെടും. അവിടെ നമ്മൾ ചിലപ്പോൾ ലിസ്റ്റിൽ നിന്ന് പുറത്താക്ക് വരെ എന്ത് ചെയ്യാം. അപ്പോൾ അതെന്ത് ചെയ്യുക, അതൊരിക്കലും ചെയ്യരുത്. ഫെബ്രുവരി 5 വരെ നമുക്ക് ഡേറ്റ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും ആലോചിച്ച ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി. വെറുതെ വേണ്ടാത്ത പണിക്കൊന്നും എന്ത് ചെയ്യരുത്, നിൽക്കുകയും ചെയ്യരുത്. അപ്പോൾ ഈ 2 വിഭാഗത്തിനാണ് ഇപ്പോൾ മെയിനായിട്ട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നത്. ഒന്ന്, SI പോലുള്ള പരീക്ഷകൾക്ക് BTechകാർക്കും BBAക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ബാക്കി LP UPക്കാർക്ക് ഇത്രയും പറ്റുന്നില്ല. പിന്നെ LP UP എല്ലാവരും വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യണം, ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. ഞാൻ പറഞ്ഞു, ഫസ്റ്റേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സ്വന്തം ജില്ലയിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ നിങ്ങൾക്ക് അയൽ ജില്ലകളിലേക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ ആലപ്പുഴ, കൊല്ലം ഭാഗത്തുള്ളവർക്കൊക്കെ തിരുവനന്തപുരത്ത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതേപോലെ തന്നെ ഇങ്ങോട്ട് മേലെ ഭാഗത്തുള്ളവർക്ക് എറണാകുളം, തൃശ്ശൂർ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പാലക്കാട്ടുകാർക്ക് ഇങ്ങോട്ടൊന്ന് ചാടണമെങ്കിൽ ചാടാം, മലപ്പുറത്ത് ചാടണമെങ്കിൽ ചാടാം, അപ്പുറത്ത് തൃശ്ശൂരിലേക്ക് ഇറങ്ങണമെങ്കിൽ അങ്ങോട്ടും ഇറങ്ങാം. ഇങ്ങനെ വെക്കുക. അല്ലാതെ നമ്മൾ കാസർഗോഡും കണ്ണൂരൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും, 5 വർഷമല്ല, 5 വർഷം കഴിഞ്ഞാൽ പോരാന്നൊക്കെ നമ്മളോട് പറയും. പക്ഷേ നമ്മൾ 10 വർഷമോ 12 വർഷമൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടി വരും സ്വന്തം നാട്ടിലേക്ക് എന്ത് ചെയ്യാൻ, പോരാൻ. അപ്പോൾ സ്വന്തം എന്തായാലും നിങ്ങൾ ഈ ഒരു സീസണിൽ വർക്കൗട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. ആ സീസണിൽ ഒന്ന് ആഞ്ഞു പിടിച്ചിട്ട് സ്വന്തം ജില്ലയിൽ തന്നെ ഒരു ജോലി വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പണിയുള്ളൂ, എടുക്കുന്ന പണിയിലൂടെ. അത്ര വലിയ റിസ്ക് ഒന്നും ഇല്ല. അപ്പോൾ അത് നോക്കി അപ്ലൈ ചെയ്യുക. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം കേരളത്തിൽ എവിടെയാണ് ഒഴിവ് കൂടുതലുള്ളത്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്കായിരിക്കും. അവസാനം സ്വന്തം ജില്ലയിലുള്ള പോസ്റ്റ് ഫില്ല് ചെയ്യാൻ ആരും ഇല്ലാത്ത അവസ്ഥ എന്ത് ചെയ്യരുത്, ആവുകയും ചെയ്യരുത്. അപ്പം നിലവിൽ LP UP പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലസിൽ ആരംഭിച്ചു കഴിഞ്ഞു. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ബാച്ച് കോഴ്സിൽ, അതായത് LP UPയുടെ എല്ലാ സിലബസും ഞങ്ങൾ 4 പേര് ചേർന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ജസ്റ്റ് തുടങ്ങിയുള്ളൂ, ജനുവരി 10-ാം തീയതി ആരംഭിച്ചതേ ഉള്ളൂ. താല്പര്യമുള്ളവർക്കെല്ലാം LP UP അൺഅക്കാഡമി പ്ലസിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 10% റഫറൽ കോഡിൽ ഡിസ്കൗണ്ട് ലഭിക്കാൻ മൻസൂർ ലൈവ് എന്ന റഫറൽ കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒപ്പം നിങ്ങളുടെ ക്രെഡിറ്റ് പോയിന്റ്, ആ ക്രെഡിറ്റ് പോയിന്റ് ഇപ്പോൾ 500 ക്രെഡിറ്റ് പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 500 രൂപ നിങ്ങൾക്ക് മൈനസ് ലഭിക്കും. 600 ക്രെഡിറ്റ് പോയിന്റ് ഉണ്ടെങ്കിൽ 600 രൂപ നിങ്ങൾക്ക് മൈനസ് ലഭിക്കും. അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് 20% വരെ എന്ത് ചെയ്യാം, ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് LP UPക്കായിട്ട് പ്രത്യേകിച്ച് കോഴ്സ് ഫീ ഒന്നും ഇല്ല. ഒരൊറ്റ സബ്സ്ക്രിപ്ഷൻ ചാർജ് നിങ്ങൾക്ക് എല്ലാ കോഴ്സും കാണാവുന്നതാണ്. 1 മാസത്തെ കോഴ്സ്, 3 മാസത്തെ കോഴ്സ്, 6 മാസത്തെ കോഴ്സ്, 1 ഇയർ കോഴ്സ്, 2 ഇയർ കോഴ്സ്, ഇങ്ങനെ കാറ്റഗറിയിലുള്ള കോഴ്സുകളാണ്. അപ്പോൾ ഒറ്റ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് മാക്സിമം എല്ലാ കോഴ്സുകളും കാണാം. പിന്നെ 1 ഇയറൊക്കെയാണ് നമുക്ക് ഏകദേശം LP UPക്ക് ഒരു സമയമുള്ളത്. അപ്പോൾ 1 ഇയർ ഏകദേശം 7,000 ഒക്കെയാണ് വരുന്നത്. അത് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് എല്ലാം കഴിച്ച് ഒരു 5,800, 5,900 ആ ഒരു റേഞ്ചിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കൗണ്ട് കഴിച്ചിട്ട് വരുന്നത്. അപ്പോൾ അൺഅക്കാഡമി എന്നുള്ള ആപ്പിൽ പോയിട്ട് പ്ലസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് സൈഡിൽ കേരള PSC എന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ റഫറൽ കോഡ് ഉപയോഗിച്ചിട്ട് അൺഅക്കാഡമി പ്ലസിൽ LP UPക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഒപ്പം KSന്റെ കോഴ്സുകൾ നടക്കുന്നു. അതോടൊപ്പം LDCയുടെ കോഴ്സുകളും ആരംഭിച്ചു കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന SI കോൺസ്റ്റബിൾ പരീക്ഷയ്ക്കുള്ള കോഴ്സുകളും ഉടൻ തന്നെ ഇതിൽ ആരംഭിക്കുന്നതാണ്, അൺഅക്കാഡമി പ്ലസിൽ ആരംഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കിൽ നമുക്ക് വീണ്ടും കാണും വരേക്കും താങ്ക് യു.